അനാവശ്യമതത്തിൽ പങ്കെടുക്കാൻ വന്ന ഇദ്ദേഹത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം ഈ പ്രോഗ്രാമിലേക്ക്. ആദ്യത്തെ സൂചനാ ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നു. കിട്ടുന്നതിന് മുമ്പ് വിശ്രമമില്ലായ്മ, കിട്ടിക്കഴിഞ്ഞാൽ പരിപൂർണ വിശ്രമം. എന്താണത്? സർക്കാർ ജോലി. വളരെ കറക്റ്റ് ആൻസർ. ഓക്കെ, തുടങ്ങാം നമുക്ക്. താങ്കൾ അനാവശ്യമതം കാണാറുണ്ടോ? പിന്നെ ഒരുപാട് കാണാറുണ്ട്. എന്താണ് അഭിപ്രായം? വളരെ നല്ല ബോർ പരിപാടിയാണ്. അല്ല, ജോറ് പരിപാടിയാന്ന് പറയരുത്. ഓക്കെ, എന്താണ് താങ്കളുടെ ഹോബി? എന്റെ ഹോബി ക്രിക്കറ്റ്. ക്രിക്കറ്റ്. അതെ. ക്രിക്കറ്റ് കളി താങ്കൾ ബാറ്റ്സ്മാനാണോ ബൗളറാണോ? ഞാൻ ബാറ്റ്സ്മാനാണ്. ബാറ്റ്സ്മാനാണ്. അതെ. അപ്പൊ ഒരുപാട് റൺസുകൾ അടിച്ചു കൂട്ടാറുണ്ട് അല്ലേ? ഒരുപാട് റൺസ് ഒന്നും അടിക്കാറില്ല. പിന്നെ പുള്ളി 6 and 4 അത്രേ ഉള്ളൂ. അതെന്താ 6ഉം 4ഉം മാത്രം അടിക്കുന്നത്, സിംഗിൾസ് ഒന്നും എടുക്കാത്തത്? നമ്മളെന്തിനാ വെറുതെ ഈ സിംഗിൾസ് ഒക്കെ അടിച്ച് ഫീൽഡേഴ്സിലിട്ട് ഓടിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? അവർ പിന്നെ ടയേർഡായിട്ട് ഡ്രിങ്ക്സ് അടിക്കാൻ പിന്നെ ടൈം ലാഗ് ആവും. അതാണ് സംഭവം. ഓക്കെ, ഭാവിയിൽ നല്ലൊരു ബാറ്റ്സ്മാൻ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സിനിമകൾ കാണാറുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ കാണാറുണ്ട്. ആരെയാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് മോഹൻലാലിനെ. മോഹൻലാലിനെ എനിക്കും ഇഷ്ടമാണ്, ഇവർക്ക് ഇഷ്ടമാണ്. മോഹൻലാലിന്റെ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിന്നാരം ഉള്ളടക്കം താളവട്ടം പടയോട്ടം കുഞ്ഞാറ്റക്കളികൾ കൂടെ കൂടുന്നടി വിഷ്ണുലോകം മൂന്നിട്ട് അസുമത്ര വിളിക്കുന്നു അമൃതങ്ങമയ ആട്ടക്ലാശം ചെപ്പുകിൽ സ്പടിയം കമലതളം തേൻവാങ്ങോപത്തി രാജാവിന്റെ ഇരുപത് നഖം അത് അങ്കിൾ ഉണ്ണികളോട് നാടോടി നാടോടിക്ക് ടക്കരക്കര പട്ടണപ്രദേശം അങ്ങനെ പോകുന്നു. മോഹൻലാൽ താങ്കൾ മോഹൻലാലിന്റെ അവസാനം കണ്ട ചിത്രം ഏതാണ്? പട്ടാളം. അപ്പൊ മോഹൻലാലിനെ അറിയാവുന്ന വ്യക്തിയാണ്. എനിക്ക് ശരിക്കറിയാം. ഓക്കെ, എന്താണ് താങ്കളുടെ പേര്? എന്റെ പേര് പെറ്റ്സൺ. വളരെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം ചോദിച്ചാൽ പെറ്റ്സൺ എന്നോട് പേഴ്സണൽ ആയിട്ട് മറുപടി പറയുമോ? പറയാം. പെറ്റ്സൺ എന്ന് പേരിടാൻ കാര്യം എന്താണ്? എങ്ങനെ പെറ്റ്സൺ എന്ന് പേരിടാൻ കാര്യം എന്താണ്? അതായത് എന്റെ അച്ഛൻ എന്റെ അമ്മയെ വിവാഹം കഴിച്ചതിന് ശേഷം വളരെ പെട്ടെന്നാണ് ഞാൻ ഉണ്ടായത്. അതുകൊണ്ടാണ് പെറ്റ്സൺ എന്ന് പേരിട്ടത്. ഒരു പക്ഷേ താങ്കളുടെ അച്ഛൻ്റെ അമ്മയും വിവാഹത്തിന് ശേഷം താങ്കൾ വളരെ താമസിച്ചാണ് ജനിച്ചതെങ്കിൽ താങ്കൾക്ക് എന്ത് പേരിട്ടേ? താമസം നിട്ടനെ. അത് കൊള്ളാല്ലേ. താമസം എന്ന വാക്കിന്റെ അർത്ഥം തിരക്കി ഞാൻ ഒരുപാട് ഡിക്ഷണറികൾ അലയുണ്ടായി. താമസം എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി തന്ന പെറ്റ്സനെ നമുക്ക് സ്വാഗതം ചെയ്യാം അനാവശ്യമതത്തിലേക്ക്. മിസ്റ്റർ പെറ്റ്സൺ, എവിടാണ് വീട്? എന്റെ വീട് കൊച്ചിയിൽ. കൊച്ചി കണ്ടവൻ അച്ഛൻ വേണ്ട, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, അമ്പലപ്പുഴ വേല കണ്ടവന് അമ്മയും വേണ്ടാകുന്നൊരു ചൊല്ലുണ്ട്. ഇതൊക്കെ എന്തിനാ ഇവിടെ പറയണത്? എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് വിചാരിക്കും? ജീവിക്കണമല്ലേ അല്ലേ? കൊച്ചിയിൽ എവിടാണ്? കൊച്ചി കളമശ്ശേരി. ചെറുശ്ശേരി, തലശ്ശേരി, കോഴഞ്ചേരി, ചങ്ങനാശ്ശേരി, കളമശ്ശേരി. ഇത് ശരിയാണോ പെറ്റ്സൺ? അതൊക്കെ ശരിയാണ്, പക്ഷെ ഈ പറഞ്ഞതത്ര ശരിയല്ല. അപ്പോൾ കൊച്ചിയിൽ ജനിച്ച കളമശ്ശേരിക്കാരനായ വളരെ പെട്ടെന്ന് ജനിച്ചുകൊണ്ട് പെട്ടെന്ന് പേരിട്ട വളരെ താമസിച്ചുകൊണ്ട് വരായിരുന്ന ഇദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം അനാവശ്യമതത്തിലേക്ക്. ഓക്കെ, എവിടെ പോയിരിക്കായിരുന്നു? എന്റെ കൂടെ വന്നിട്ട് നീ എവിടെ പോയിരിക്കായിരുന്നു? ചായ കുടിച്ചോണ്ടിരിക്കുന്നു. സാറ് വിളിച്ചു കേട്ടില്ലേ? സാറേ സപ്രു. അല്ല, ഞാനിവിടെ അപ്രൂവ്ഡ് ആണെന്ന് ചോദിച്ചാ. അപ്രൂവ്ഡ് ആണെന്ന് ചോദിച്ചാ. സപ്രൂവിനെ വിളിച്ചല്ലേ? ഏതാണ് കൂട്ടുകാരനാ? സപ്രുവിനെ ചോദിച്ചല്ലേ? അല്ലല്ല, പൊയ്ക്കോളാൻ പൊയ്ക്കോ. നല്ല ടി വി വരുന്നതാണ് ഇതൊക്കെ. ഒന്ന് പോടാ വരുന്നോട്ട്. കുറച്ച് കഴിയുമ്പോ പുള്ളി സാറ് അവസരം തരുമെന്ന്. സാറേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെ. നീ ഒരു ഉത്തരം പറഞ്ഞിട്ട് വന്നാൽ മതി. സപ്രു ഇവിടെ കാണണേ, എങ്ങും പോവില്ലേ കേട്ടോ? ഓക്കെ, തുടങ്ങാം. ഈ മത്സരത്തിൽ താങ്കൾ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്. 100%. 100ഒന്നും ഇല്ല, പിന്നെ 150% അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ആരംഭിക്കാം. ഇന്ത്യക്കാരനാണോ താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി? അല്ല. ഭാരതീയൻ? അതെ. കമലഹാസൻ? അല്ലല്ല. മലയാളി? അല്ല. നേപ്പാളി, എരപ്പാളി, വഴക്കാളി അങ്ങനെ എന്തെങ്കിലും സ്വഭാവമുള്ള വ്യക്തി? അങ്ങനെയുള്ള ആളൊന്നുമല്ല. പുരുഷൻ? പുരുഷനാ. വെട്ടൂർ പുരുഷൻ? അല്ല. താങ്കൾ വിവാഹിതനാണോ? അല്ല. കുട്ടികൾ? 4 പേര്. കലാസാഹിത്യം, സാമൂഹിക, മതപരം, ആത്മീയം ഇതിൽ ഏതെങ്കിലും ഒന്നാണോ അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല? അല്ല. രാഷ്ട്രീയം, രാജാവ്, പടയാളി, സ്വാതന്ത്ര്യ സമര സേനാനി? അതെ. സ്വാതന്ത്ര്യ സമര സേനാനിയാണോ? അറിയാല്ലേ, എന്നെ ഇങ്ങോട്ട് വിളിച്ചേ. സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അല്ലേ? അദ്ദേഹം ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട് അല്ലേ പെട്ടെന്ന്? ഉണ്ടായിരിക്കണം. ഉണ്ടെന്ന്. ഒരു മിനിറ്റ്. എന്താ? വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അറിയാമല്ലോ. ഫോൺ ചെയ്യാനൊന്നും പാടില്ല. ഇല്ല, ഒന്നും പാടില്ല. ഞങ്ങൾ ഈയിടെയായിട്ട് കണ്ടില്ല, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ചോദിച്ചു. ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കും. ഓക്കെ, ഉണ്ടായിരിക്കും എന്നാണ്. ഇല്ല. ഇല്ല. ഉണ്ടോ?
ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഇല്ലായിരിക്കും അല്ലേ. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്, അത്രേ ഉള്ളൂ. നമുക്ക് എന്തുകൊണ്ടെന്ന് ഞാൻ പറയാൻ തയ്യാറാ. ഓക്കെ, ഉണ്ട് എന്നാണ് ഉത്തരം അല്ലേ? ഉണ്ടോ 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 പറഞ്ഞോളൂ. ഞാൻ പറയണല്ലേ. ഉണ്ടില്ല. ഉണ്ടവൻ എനിക്കിഷ്ടമാണ്, ഉണ്ണാത്തവൻ എനിക്കിഷ്ടമാണ്. പക്ഷേ ഉണ്ണാതെ അശ്വമേധത്തിൽ പങ്കെടുക്കാൻ വന്ന പെട്സനെ എനിക്ക് വളരെ വളരെ ഇഷ്ടമായി. പക്ഷെ എന്റെ ചോദ്യം അതല്ല പെട്സൻ, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ഏതെങ്കിലും ഒന്ന് പറയുക. മലയാള സാഹിത്യത്തിന് ഒരു പുതിയ വാക്ക് സമ്മാനിച്ചിരിക്കാൻ പെട്സൺ ഉല്ല. ഉല്ല എന്ന വാക്ക് നമുക്ക് സമ്മാനിച്ച പെട്സനെ നമുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം അനാവശ്യ മതത്തിലേക്ക്. മിസ്റ്റർ പെട്സൺ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഒന്നാനാം കുന്നുമേൽ ഓരടി കുന്നുമേൽ ഓരായിരങ്ങൾ കൂടി വെച്ച് കൂട്ടിനിളങ്ങളിൽ താമരപ്പെങ്കിലേ താമരനാടുന്ന പൊന്നോല. എന്ത് മനസ്സിലായി? കോട്ട വല്ല മനസ്സിലായോ? ഇല്ല. ഇതുപോലെ എനിക്കൊന്നും മനസ്സിലായില്ല. എന്തെങ്കിലും പറയുമ്പോൾ കിടക്കിടക്കിടക്കിടന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ പോരാ, ഇടയ്ക്കൊക്കെ ഒരു ശ്വാസം വിടാം. ശ്വാസം വിടുന്നത് നല്ലതാ. ഓക്കെ അല്ലേ? ശ്വാസം വിടുന്നത് നല്ലതാണ്. ഓക്കെ, എന്റെ അടുത്ത ചോദ്യം. താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഒരു അല്പവസ്ത്രധാരിയാണോ? മനസ്സിലായില്ല. ലോകപ്രശസ്ത നടിമാരെ പോലെ ഷക്കീലെ മറിയൻ സിന്ധുവിനെ മിസ്റ്റർ പ്രശ്നം, ഷക്കീലെ മറിയൻ രേഷ്മയും സിന്ധുവിനെയും പോലെ വളരെ കുറച്ച് വസ്ത്രങ്ങൾ മാത്രം ധരിക്കുന്ന വ്യക്തിയാണോ താങ്കളുടെ മനസ്സിലുള്ളത്? ആണ് അല്ലേ? അദ്ദേഹം ഒരു കരണം പഠിച്ചപ്പോൾ മറുകരണം കാണിച്ചു കൊടുത്ത വ്യക്തിയാണോ? അതെ. യെസ് അല്ലേ? നോ. നോ? യെസ് അല്ലേ? നോയാണ്. യെസ് അല്ലേ എന്നാണ് എന്റെ ചോദ്യം. ആണെങ്കിൽ ചിലപ്പോൾ നോ ആയിരിക്കും. ചിലപ്പോൾ എന്നാ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഒരു നോ പോലെ തോന്നുന്നു. ഓക്കെ, പക്ഷെ ഞാൻ സൂക്ഷിച്ച് നോക്കുന്നില്ല, പറഞ്ഞോളൂ. യെസ് 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 നോ. പറഞ്ഞോളൂ. എന്റെ ദൈവം, ഇത് വരണ്ടല്ല. നോയും എല്ലാം മിസ്റ്റർ പെട്സൺ, യെസ് ഓർ നോ, ഇതിലേതെങ്കിലും ഒന്ന് പറയുക. അദ്ദേഹത്തിന്റെ കയ്യില് അദ്ദേഹത്തിന് താങ്ങായി തണലായി എന്തെങ്കിലും ഉണ്ടായിരുന്നു? പക്ഷെ ഉണ്ടായിരുന്നു. ഈ ലോകപ്രശസ്ത കോമഡി താരം ചാർലി ചാപ്ലിന്റെ തലയിൽ തൊട്ടിമാരെ വിസ്മയിപ്പിക്കാൻ, ചിരിപ്പിക്കാൻ, രസിപ്പിക്കാൻ കയ്യിൽ സ്റ്റിക്കുമുണ്ടായിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിന് താങ്ങായി തണലായി എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. ഐ മീൻ സ്റ്റിക്ക്. ഒരു സ്റ്റിക്കും വേണ്ടി നടക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ മനസ്സിലെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? മിസ്റ്റർ പെട്സൺ, അദ്ദേഹത്തെ സാധാരണഗതിയിലുള്ള മരണത്തിൽ പെടുത്താമോ? പെടുത്തണമെന്നോ? എന്താണ് സാർ തീരുമാനിക്കുക? പെടുത്തണ്ട അല്ലേ? ഓക്കെ, പെടുത്തിയേക്കാം. നമ്മൾ പെടുത്താതിരിക്കേണ്ട എല്ലാ കാര്യമുണ്ട്. പെടുത്തുന്നതല്ലേ. ചിലപ്പോൾ പെടുത്താതിരുന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് വല്ല ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പെടുത്തി കഴിഞ്ഞാൽ ഭയങ്കര വിഷയം. പെടുത്തണ്ട എന്നാണ് ഉത്തരം അല്ലേ? ഓക്കെ, പെടുത്തണം കേട്ടോ, പെടുത്തണം. അല്ലേ ശരിയാത്തില്ല. പെടുത്തണ്ടേ എന്നാണ് എന്റെ ചോദ്യം. പെടുത്തി അദ്ദേഹത്തെ സാധാരണഗതിയിലുള്ള മരണത്തിൽ പെടുത്തി അല്ലേ? അപ്പോ ഒരു സ്റ്റിക്കുമെന്ന് നടക്കുന്ന ഒരു കരണം തടിച്ചപ്പോൾ മറുകരണം കാണിച്ചു കൊടുത്ത അല്പവസ്ത്രധാരിയായ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എനിക്കറിയാം, എന്റെ മനസ്സിലുണ്ട്. പറയട്ടെ പ്രശ്നം. മറ്റാരുമല്ല, ശ്രീ ഗോപാലകൃഷ്ണ ഗോഖലെ. കറക്റ്റ്? ഗോപാലകൃഷ്ണ ഗോഖലെയോ? എടാ, ഏത് കൊച്ചു പിള്ളേരോട് ചോദിച്ചാലും അറിയാം ഇത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണെന്നുള്ള കാര്യം. മനസ്സിലായി? ഒരു പ്രാവശ്യം എനിക്ക് തെറ്റിപ്പോയി. ഗോതമ്പ് വിളയുന്ന ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി മാത്രം പോരാടി ഇന്ത്യൻ ജനതയെ കണ്ണീരൊപ്പിയെടുത്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് നമ്മളോട് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മജി. സത്യാഗ്രഹം, നിസ്സഹകരണം, വിദേശ വസ്ത്ര ബഹിഷ്കരണം, ഉപ്പ് സത്യാഗ്രഹം എന്നിവയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പുതുപുത്തം പോരാളിക്കെട്ടി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മനസ്സിൽ വിചാരിച്ച് ഒരു പവന്റെ സ്വർണം കരസ്ഥമാക്കിയ പെട്സണ് നമ്മുടെ ആയിരം അഭിനന്ദനങ്ങൾ. ഓക്കെ, താങ്ക് യു. ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞു. ഒരാളെ മനസ്സിലാക്കാൻ നേരത്തെ ഇങ്ങനെ 23 ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ നിസ്സാരം 3 ചോദ്യം കൊണ്ട് തന്റെ മനസ്സിലിരിക്കുന്ന ആളെ ഞാൻ പറഞ്ഞു നടക്കുകയല്ല. നടക്കും. 21 ചോദ്യം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞാൻ കണ്ടുപിടിക്കുന്ന ആൻസർ ഇദ്ദേഹം വെറും 3 ചോദ്യങ്ങൾ കണ്ടുപിടിക്കുമെങ്കിൽ ഈ കസാര ഞാൻ ഇദ്ദേഹത്തിന് വിട്ടുകൊടുക്കും. സത്യം? ഉറപ്പാണല്ലോ? ഉറപ്പ്. ഓക്കെ ആണല്ലോ. പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ? ചോദിച്ചോളൂ. ശ്രദ്ധിച്ചോണേ. ക്വസ്റ്റ്യൻ നമ്പർ 1. യെസ്. താങ്കൾ വിചാരിച്ച വ്യക്തി ഇന്ത്യൻ? അതെ. എന്താ ഇത്? ഒരു മ്യൂസിക് ഉള്ളതല്ല, ഒരു പ്രോഗ്രാം ഉണ്ടാവും. ആയിക്കോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 2. താങ്കൾ വിചാരിച്ച വ്യക്തി മലയാളി? അതെ.
ടൺ ടൺ. മൂന്നാമത് എന്താണ് അയാളുടെ പേര്? മമ്മൂട്ടി. അത്രേ ഉള്ളൂ. സപ്ര ഓടുവാണ്, അതെ എനിക്കൊരു കറങ്ങുന്ന കസേര കിട്ടി.